ഇതാര് കുഞ്ഞാപ്പോ? ഫാത്തിമ ഫാത്തിമ, എന്റെ നാട്ടുകാർ ഗസ്റ്റുകൾ വന്നിരിക്കണു. വരുന്നു പറഞ്ഞപ്പോ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ ജീപ്പിനാ വന്നേ. എന്താ കുഞ്ഞാപ്പോ വിശേഷിച്ച്? എന്ത് ചെയ്യാനാ, ഓരോ പ്രശ്നങ്ങള്. പ്രശ്നം? എന്ത് പ്രശ്നം? അയ്യോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്ത് അല്ലറ ചില്ലറ സാമൂഹിക പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി ഞങ്ങൾ തന്നെയാണ് ഓടുന്നത്. പറഞ്ഞു ഫാത്തിമ പറഞ്ഞു, നിങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണല്ലേ? അതെ, ഇവൻ ജില്ലാ സെക്രട്ടറി. അതെ. ഇന്നലെ ഫാത്തിമയുടെ കോളേജിൽ നിന്ന് കല്യാണം കൂടാൻ വന്ന കുട്ടികൾ ചേർന്ന് ഒപ്പന കളിച്ചില്ലേ? ആ കൂട്ടത്തിന് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്താ, കല്യാണാലോചന വല്ലതും ആണോ? ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു ഫ്രണ്ട് ബഷീർ ഇന്നലെ കല്യാണപ്പുര വെച്ച് ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇരിക്കപ്പുറത്ത് തരുന്നില്ല. ബഷീർ പെണ്ണ് കെട്ടി പിള്ളേരുള്ളല്ലേ? അവന്റെ ഭാര്യ മൂന്നാമത്തെ പേരിന് വീട്ടിൽ പോയിരിക്കും. ഇത് ആ ബഷീർ അല്ല, നിനക്കറിയാത്ത വേറെ ഒരു ബഷീർ ഉണ്ട്. പിന്നെ ഏതാ കല്യാണപ്പുരയില് ഞാനറിയാത്ത ഒരു ബഷീർ വന്നത്? ആട്ടെ, ഈ പെൺകുട്ടിക്ക് ആ ബഷീറിനെ അറിയോ? അറിയാം, അതാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. അവര് തമ്മിൽ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ പേരറിയില്ല. പേരറിയില്ല. പേര് ചോദിക്കാനുള്ള സാവകാശം ഈ ബഷീറിന് കിട്ടിയില്ല. ആട്ടെ, ഈ കുട്ടി ഏതാ? ഒരു ക്ലൂ തരൂ. ക്ലൂ ഒരു ചുമപ്പ് തട്ടമൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല മൊഞ്ചുള്ള കുട്ടിയായിരുന്നേ. ചുവപ്പ് തട്ടമിട്ട? ഓ, ഓളോ? ഓൾഡ് ആക്ട്രസ് റസിയ ഉമർ, മാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എടാ ചന്ദ്ര, നമുക്ക് ആ സക്കാത്ത് ബീരാനിക്കനെ ഒന്ന് കാണണം. ഹാജരേ, ഹാജരേ, ഹാജരേ. ലോകിക്കാരനാണ് ബീരാൻ. ഇത് നമ്മുടെ മോൻ സെയ്തലവി. ഊട്ടിയിലാണ് പഠിച്ചത്. ഊട്ടിയില് മനുഷ്യന്മാരുടെ പെരലേക്ക് പിടിക്കാനാ പഠിച്ചത്? അതോട്ടല്ല, അന്ന ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ മനസ്സിലാവാത്തൊരു പെരലേക്ക് പിടിക്കണേ എന്തെങ്കിലും ചികിത്സ വേണ്ടേ ഹാജരേ? അത് പിന്നെ ബെല്ലടിക്കാതെ ഓടി വന്ന് കേറിയപ്പോ പിന്നെ ബെല്ലടിക്കാനായിട്ട് ലൈൻ ബസ് അല്ലേ? വന്ന് ഓന് നമ്മുടെ രീതികളും പരിഷ്കാരങ്ങളൊക്കെ മറന്നു. 1ാം ക്ലാസ് മുതൽ ഊട്ടിയിലാണ് പഠിച്ചത്. ഇപ്പൊ തൈവാനിലാണ് ജോലി. ഇന്നലെ രാത്രിയിലാണ് വന്നത്. ആടോ, ഇവന് ഒരു പെണ്ണ് നോക്കണം. ഇത്തവണ അവധി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇവന്റെ നിക്കാഹ് നടത്തണം. അതെ, എന്താ പറഞ്ഞത്? അതൊക്കെ വിദ്യാഭ്യാസം ഉള്ളവർക്കേ മനസ്സിലാവും. അപ്പൊ ഹാജർക്ക് മനസ്സിലായിട്ടില്ല. എന്താ പറയാ? അത് ഹാജരെ ഒരു സന്തോഷ ഭർത്താനം. റസിയ ഉമ്മർ, വടാഞ്ചേരി, താനൂർ PO, മലപ്പുറം. ഇതിലെന്തോ ഗുൽമാലുണ്ടല്ലോ. ഉണ്ടല്ല, ഓനും തമ്മിൽ ലപ്പല്ലേ? മുഹബത്ത്, ഇഷ്ക്, പ്രേമം. ഈ ഒരു അവസരം പറിച്ചോനായിട്ട് കൊണ്ടുത്തന്നതാ. പയ്യന്റെ കടിയും മാറും, കാക്കാന്റെ വിഷമം തീരും. ഏത് കാക്കാന്റെ? ആ കാക്കല്ല, പറന്നു കിടക്കുന്ന കാക്കച്ചില്ലേ? അതൊരു പഴഞ്ചൊല്ലാണ് മൊയിലാളി. ബിരനെ, ഓനും ഈ പെൺകുട്ടിയും തമ്മിൽ മുഹബത്ത് എന്നുള്ള സത്യ. പിന്നെ ജീപ്പിലോട്ട് കയറ്, നമ്മള് കുപ്പായം മാറി വരാം. ഇതാരാ വരുന്നത്? അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എനിക്ക് ഇയാൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പടച്ചോനെ അറിയില്ലേ? ഇയാളാണ് സക്കാത്ത് ബീരാൻ. സക്കരാത്ത് പറമ്പിൽ ബീരാൻകുട്ടി. പേര് കേട്ട വ്യക്തിയല്ലേ, ആരും അറിയില്ല. ഇയാളുടെ പേരെങ്കിൽ പുറത്താ. കാണാനും പരിചയപ്പെടാനും സാധിച്ചത് വളരെ സന്തോഷം. പിന്നെ എത്ര കാലായിട്ടോ നമ്മള് കണ്ടിട്ട്? ആചാര്യ നമ്മൾ അവസാനമായിട്ട് കണ്ടത് 10ാം നേർച്ചയ്ക്കല്ലേ? അല്ല, ഇത്ര വലിയ ലോയിക്കാരാ? സ്കൂൾ മുതലുള്ള പരിചയല്ലേ? സ്കൂളിൽ പോയിട്ടില്ലല്ലോ. ഞാൻ താനാളൂർ സ്കൂളിൽ പഠിക്കുമ്പോ സ്കൂളിന്റെ മുന്നിൽ ഐസ് ഫ്രൂട്ട് കച്ചവടമായിരുന്നു മൂപ്പർക്ക്. എത്ര ഉറുപ്പ്യന്റെ ഐസ് ഫ്രൂട്ട് എനിക്കും ചങ്ങാതിമാർക്കും കടം തന്നിരിക്കുന്ന അറിയോ? ഇതാണ് ഹാജിയാരി താനാലൂർ ഐസ് ഫാക്ടറി എന്ന് പറഞ്ഞത്. ഐസ് ഫ്രൂട്ട് കച്ചവടമായിരുന്നല്ലേ? ബീരാനെ, ഇനി ഒന്നും ആലോചിക്കേണ്ട, ജിത്തിയത് ചേച്ചാളേ. ഇങ്ങളല്ലേ അനന്തരവൻ? ഓന്റെ സെൽസം മോശമാവോ? ഉമ്മറെ, ഇന്റെ അനന്തരനായോണ്ട് പറയല്ല.
ആരാവൻ? തേജു പുങ്കവനല്ലേ? എന്തുകൊണ്ട് അവന് ചേരുന്ന പെൺകുട്ടിയെ നമുക്ക് ഇഷ്ടപ്പെട്ടു? നിങ്ങൾ ആരിഷ്ടപ്പെട്ട കാര്യം പറയണേ? ആരെ സെലക്ട് ചെയ്ത കാര്യം പറയണേ? ഉമ്മറ ഇപ്പൊ ചായ കൊണ്ടുവന്ന നിങ്ങളുടെ മോള് തിരൂരങ്ങാടി കോളേജിലല്ലേ പഠിക്കണത്? ഇപ്പൊ ചായ കൊണ്ടുവന്നത് എന്റെ കെട്ടിയോളാ ആമിന. അപ്പൊ നിങ്ങൾക്ക് മോളില്ലേ? ഉണ്ട്. എങ്കി വിളിക്ക്. ഓള് കോളേജ് ഹോസ്റ്റലിലാ, തിരൂരങ്ങാടിയില്. ശരിയാണ്. മോളുടെ പേര് റസിയ എന്നല്ലേ? അതെങ്ങനെ അറിഞ്ഞു? എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഉമ്മറ നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മോള് മെനിയാന്ന് കൊണ്ടോട്ടിയിൽ ഒരു ചങ്ങാഴ്ചയുടെ കല്യാണപ്പുരയിൽ പോയിരുന്ന. നിങ്ങളുടെ മോക്കൊന്നും പറ്റിയിട്ടില്ല, സമാനായിരിക്കും. പറ്റിയത് നമ്മുടെ അനന്തരവനാണ്, കുഞ്ഞാപ്പൂന്. ഓൻ കല്യാണപ്പുരയെ പോയിട്ട് വന്നേ പിന്നെ ഉറക്കൂല. എന്നിട്ട് അനന്തരവനെ ഡോക്ടർമാരെ ആരും കാണിച്ചില്ല. ഇത് അമ്മാരി രോഗമൊന്നും ഉമ്മറ. ചുറ്റിവളവില്ലാതെ പറ ആചാര്യ. ഉമ്മറ ഇങ്ങടെ മോള് റസിയനെ കൊണ്ട് ഇമ്മടെ അനന്തരവും കുഞ്ഞാപ്പൂനെ നിക്കാഹ് കഴിപ്പിക്കണ കാര്യം ആലോചിക്കാനാണ് നമ്മൾ വന്നത്. എന്താ ആചാര്യ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ? ചെറുക്കനും പെണ്ണും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ സമ്മതമാണ് നമുക്ക് അറിയേണ്ടത്. ആചാര്യ ഉള്ളത് പറയാലോ, ഞാനൊരു പാവം കച്ചവടക്കാരനാണ്. നിങ്ങളെ പോലെയുള്ള ഒരു പ്രമാണിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനുള്ള മുതലും പണ്ടൊന്നും എന്റെ കയ്യിലില്ല. ശ്രീധരത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയണത്. അതൊരു 25 പവനും 2 ലക്ഷം രൂപയും. എന്താ പോരെ കൂട്ടി പറയാ? താനെന്താ പുളിയാങ്കൂന്താരെ പറ്റി വിചാരിച്ചത്? നിങ്ങളുടെ സ്ത്രീനെ കൊണ്ട് ജീവിക്കാൻ വന്ന ചട്ടകളാണെന്നാ. എന്റെ അനന്തരം നിങ്ങളുടെ മോളെയാ ചോദിച്ചത്. അതിന് സമ്മതമാണോ? അതാ നമുക്ക് അറിയേണ്ടത്. എന്നാലും ചെക്കനെ കണ്ട് നമ്മളൊന്ന് സംസാരിച്ച് തീരുമാനം എടുക്കുന്നതല്ലേ ഹാജിയാരെ നല്ലത്. എന്നാ നമ്മുടെ കുടുംബത്തിൽ ആ രീതിയല്ല. ഞാൻ തീരുമാനിച്ച ഓ അനുസരിക്കും, ഓൻ തീരുമാനിച്ച ഞാൻ അനുസരിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് കൈ കൊടുത്ത് വാക്ക് പറയണം. എന്നാലും ചെക്കനെ ഞങ്ങളൊന്ന് കാണാണ്ട് സംസാരിക്കാണ്ടും. നിങ്ങൾ ഇങ്ങോട്ട് വരി. ഉമ്മറ ഇത് പഴയ കാലമൊന്നുമല്ല. നിങ്ങളുടെ മോളും ഉമ്മടെ അനന്തരവും തമ്മി കഴിഞ്ഞ 16 വർഷമായി സ്നേഹത്തിലാണ്. അതിന് ആചാര്യ ഓക്ക് 21 വയസ്സല്ലായിട്ടുള്ളൂ. 16 വർഷം എന്ന് പറയുമ്പോ 5ാമത്തെ വയസ്സ് മുതൽ പ്രേമോ? പടച്ചോനെ. അതേന്ന് 5ാമത്തെ വയസ്സില് ഓളെ പോളിയോ കുത്തിവെപ്പിന് ചക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ഓളെ അവിടെ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ കഴിഞ്ഞ ആഴ്ച കല്യാണപ്പുര വെച്ച് കണ്ടപ്പോ നിക്കാഹ് ഉറപ്പിച്ചു. കാരണവന്മാര് നമ്മളിപ്പോ നടത്തി കൊടുത്തില്ലെങ്കിൽ വിഷമടിക്കാൻ ഒളിച്ചോടാ. എന്റെ മാനം പോണ കാര്യ. എങ്കിൽ നമ്മള് ഇങ്ങനെ വാക്ക് വിശ്വസിച്ച് സമ്മതിച്ചിരിക്കണം. ഉപ്പ ബിയെ ആണെങ്കിൽ പിടിച്ചോണേ. അയ്യോ, ഉപ്പ ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. മുതലാളി ഇതൊന്ന് പിടിച്ചിറക്കിയ മുതലാളി. വീരാനെ ഇത് നിലത്ത് വെക്കാൻ സഹായിക്കണോ? താങ്ക് യു. വീരാനെ ഇവിടെ ഒരു കാലനാണ്. ആരുടെ കാല്? എടോ കല്യാണ പന്തലിന്റെ കാല്. എങ്ങനെ വന്നാലും കുഞ്ഞാപ്പൂന്റെ ചങ്ങായിമാരായിട്ട് നാട്ടുകാരായിട്ട് പെൺവീട്ടുകാരായിട്ട് 1000 മനുഷ്യന്മാരെങ്കിലും കാണൂലേ? ഗുണപ്പിറന്നോ മരുമോന്റെ കല്യാണത്തിന് പന്തലിടുന്ന കാര്യമാണ് ഈ പറയണത്. കല്യാണം